Welcome back to our online class. Once again, we are going to discuss on letter writing. All of you listen very careful. Today's main heading is letter writing. I think there is no need of to introduce letter writing. You all are well familiarized this heading. Okay, so there is no need of introducing this. So let us discuss in detail letter writing. All of you once again, letter writing. The first point, letter writing is an essential communication skill. നമ്മുടെ ആശയവിനിമയങ്ങളുടെ സ്കില്ലിലെ ഏറ്റവും എസെൻഷ്യലായ ഒന്നാണെന്ത്? ലെറ്റർ റൈറ്റിംഗ്. ഗോട്ട് ഇറ്റ്? ഇൻ ടുഡേയ്സ് ഇൻ്റർനെറ്റ് സൊസൈറ്റി the need to write a letter arises less often than in the past. നോക്കൂ, കഴിഞ്ഞ കാലഘട്ടങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടം ന്യൂജൻ ഇൻ്റർനെറ്റിൻ്റെയും ഇമെയിൽ ഡ്രൈവൻ സൊസൈറ്റിയാണ്. അതുകൊണ്ട് അവർക്ക് എഴുത്തിനോട് എന്തില്ല, കൂടുതൽ താല്പര്യം ഇല്ല. എഴുത്ത് എന്ന് പറയുന്ന കല ഇന്ന് എന്താവുകയാണ്? ലെസ് ഓഫൺ. അത് കൂടുതൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കുറഞ്ഞു വരുന്ന ഒരു ചാൻസ്, ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ലെറ്ററിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ബിഫോർ റൈറ്റിംഗ് എ ലെറ്റർ, വാട്ട് വി ഷുഡ് നോട്ടീസ്. ഒരു ലെറ്റർ എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പ്ലാനിങ് നടത്തണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്ലാനിങ് എ ലെറ്റർ. ഓക്കെ, ഫസ്റ്റ് പോയിൻറ്റ്, ഡു സാപ്പ്. എന്താണ് ഡു സാപ്പ്? സാപ്പിനെ മനസ്സിലാക്കുക. സാപ്പ് മീൻസ് സബ്ജക്റ്റ്, ഓഡിയൻസ്, പേർപ്പസ്. ഇതാണ് സാപ്പ്. ഓക്കെ, ഡു സാപ്പ് അനലൈസിസ് ബൈ ആസ്കിങ് 3 questions. 3 ചോദ്യം നമ്മളോട് ചോദിക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ സബ്ജക്റ്റ്? അതാണ് യെസ്. എന്താണ് ഇതിലെ വിഷയം? ഈ കത്തിലെ വിഷയം എന്താണ്? സെക്കൻഡ്, വാട്ട് ഈസ് ദ റിസീവർ? ദാറ്റ് മീൻസ് ഓഡിയൻസ്. ആരാണ് ഈ കത്ത് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് ഈ കത്ത് എഴുതുന്നത്, അവരെ നമ്മൾ മനസ്സിലാക്കുക. തേർഡ് വൺ, വാട്ട് ഈസ് ദ പേർപ്പസ്? എന്താണ് ഈ കത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ഈ 3 കാര്യവുമാണ് ഏതിൽ ശ്രദ്ധിക്കേണ്ടത്? സാപ്പിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഒരു പോയിൻ്റ്, ഗ്യാദർ ഇൻഫോർമേഷൻ യു നീഡ് ആൻഡ് ഡു അഡീഷണൽ റിസർച്ച് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. വേണ്ട വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം, ഗ്യാദർ ചെയ്യണം. മാത്രവുമല്ല അഡീഷണൽ റിസർച്ച് നടത്തുകയും വേണം. ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്, അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തുകയും വേണം. ഇതാണ് മറ്റൊരു പോയിൻ്റ്. ശ്രദ്ധിക്കൂ. മേക്ക് എ സിമ്പിൾ 1, 2, 3 ഔട്ട്ലൈൻ ഓഫ് ദ പോയിൻറ്റ്സ് യു വാണ്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ പ്രയോറിറ്റി. ഗുഡ്. അപ്പോൾ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3 എന്ന നമ്പർ ഇട്ടുകൊണ്ട് പോയിൻ്റുകൾ എഴുതാൻ ശ്രമിക്കണം. ഇത് മറ്റൊരു പോയിൻ്റാണ്. ഓക്കെ, ഇതാണ് ലെറ്റർ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നോക്കൂ, സ്റ്റാർട്ട് റൈറ്റിംഗ്. പിന്നെന്താ ആരംഭിക്കാം? നമുക്ക് എഴുത്തങ്ങട് ആരംഭിക്കാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകൾ നമ്മൾ കത്ത് എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇത് വലിയ വിഷയമില്ലാത്തൊരു ഭാഗമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് പോയിൻറ്റ്, ടൈപ്സ് ഓഫ് ലെറ്റർ. എഴുത്തുകളുടെ വിവിധ തരങ്ങൾ. ഒന്നുമില്ല, 2 തരമേ ഉള്ളൂ, അല്ല നിങ്ങൾക്കറിയാം. ഏതാണ്? കമോൺ, ഓൾ ഓഫ് യു റീഡ്. ലെറ്റേഴ്സ് ക്യാൻ ബി പേഴ്സണൽ ഓർ ഇൻഫോർമൽ. മറ്റൊന്ന് ഫോർമൽ. ഓക്കെ, എഴുത്തുകൾ 2 തരമുണ്ട്. ഒന്ന് ഫോർമൽ ലെറ്റർ എന്ന് പറയും, ഔപചാരിക കത്ത്. മറ്റൊന്ന് ഇൻഫോർമൽ, അനൗപചാരിക കത്ത്. ഇൻഫോർമലിൻ്റെ മറ്റൊരു പേരാണെന്ത്? പേഴ്സണൽ ലെറ്റർ എന്ന് പറയും. ഗോട്ട് ഇറ്റ്? ഈ 2 തരത്തിലാണ് കത്തുകളുള്ളത്. ഇതിൽ നമുക്ക് പേഴ്സണൽ ലെറ്ററുകൾ എന്തിനാണ് എഴുതുന്നത് നോക്കാം. പേഴ്സണൽ ലെറ്റേഴ്സ് ആർ റിട്ടൺ ഫോർ വാട്ട്? എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേഴ്സണൽ കത്തുകൾ നമ്മൾ എഴുതുന്നത്? കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ അങ്ങനെ പോയിൻ്റായി പറയാം. ശ്രദ്ധിക്കൂ. ആദ്യമായി നമ്മൾ ഇൻഫോർമൽ ലെറ്റർ യൂസ് ചെയ്യുന്നത് ടു താങ്ക്. എന്തിനാണ്? ടു താങ്ക്. സെക്കൻഡ്, ടു അപ്പോളജൈസ്.
ക്ഷമാപണം നടത്താൻ, ആദ്യം നന്ദി പറയാൻ. തേർഡ്, ടു ഗിവ് ന്യൂസ് നൽകാൻ, വിവരം കൊടുക്കാൻ. ഫോർത്ത് വൺ, ടു ഇൻവൈറ്റ്, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ. ഫിഫ്ത്ത് വൺ, ടു റിക്വസ്റ്റ് ന്യൂസ്, വിവരങ്ങളിങ്ങനെ റിക്വസ്റ്റ് അന്വേഷിക്കാൻ. ടു മേക്ക് ഓർ റിന്യൂ കോൺടാക്റ്റ് വിത്ത് സമ്മൺ, ഒരു സമ്മണ്ണുമായിട്ട്, ഒരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, പുതിയൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഇൻഫോർമൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ടു സെൻഡ് ഗ്രീറ്റിംഗ്സ് ഓർ എക്സ്പ്രസ് യുവർ ഫീലിങ്സ് എബൌട്ട് സം ഒക്കേഷൻ, ചില സന്ദർഭങ്ങളിൽ ഫ്രണ്ടുകൾക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടും ഇൻഫോർമൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. ടു അക്കമ്പനി എൻക്ലോസ് മെറ്റീരിയൽ ലൈക്ക് ഫോട്ടോസ്, ഗിഫ്റ്റ്സ് എക്സെട്രാസ്, ഫോട്ടോകൾ, ബുക്കുകൾ എന്നിവ അയക്കുമ്പോൾ കൂടെ വെക്കാൻ ഇതും എന്താണ് യൂസ് ചെയ്യുക? പേഴ്സണൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ ക്രമപ്പെടുത്താനുണ്ട് എന്ന് അറിയിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാട്ട് ഐ സേ, ഇൻഫോർമൽ ലെറ്റർ യൂസ് ചെയ്യും. ദ ലാസ്റ്റ് വൺ, ടു റിപ്ലൈ ടു അനദർ ലെറ്റർ, ലഭിച്ച ഒരു കത്തിന് മറുപടി കൊടുക്കാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഇൻഫോർമൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത്തരം പോയിന്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ യൂസ് ചെയ്യുക. ഗുഡ് ഇറ്റ്. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ. നെക്സ്റ്റ് പോയിന്റ്, ജനറൽ ഫോമാറ്റ് ഓഫ് എ പേഴ്സണൽ ലെറ്റർ. ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ ഒരു പൊതുവായ അതിൻ്റെ ഒരു ഫോമാറ്റ്, അതിൻ്റെ ഒരു ഘടന രീതി എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊക്കെ അറിയുന്ന വിഷയമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. റൈറ്റ് ദ ഡേറ്റ് ആൻഡ് അഡ്രസ് അറ്റ് ദ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ പേജ്. പേജിൻ്റെ വലത് മൂലയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ കേട്ടില്ല എന്ത്, ഡേറ്റ് കോമ പ്ലേസ് കുത്ത് എന്നൊക്കെ, അതേപോലെ സാധനം ഡേറ്റും പ്ലേസും വെക്കുക. ഓക്കെ, അഡ്രസ്സ് വെക്കണമെന്നില്ല. ഓക്കെ, ഡേറ്റ് പ്ലേസ് വെക്കുക. ഓക്കെ, സെക്കൻഡ്, ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുക. സാല്യൂട്ടേഷൻ, ദാറ്റ് മീൻസ് സ്റ്റാർട്ട് വിത്ത് എ സാല്യൂട്ടേഷൻ, ഒരു ഗ്രീറ്റിംഗ് ലൈക്ക് ഡിയർ. ഓക്കെ, തുടക്കം സാധാരണയായിട്ട് ഡിയർ എന്ന് കൊടുക്കുക. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, സെറ്റ് ദ മെയിൻ പേർപ്പസ് ഓഫ് യുവർ ലെറ്റർ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് പറയാനുള്ള ഒരു തുടക്കമായിരിക്കണം. ആദ്യത്തെ പാരഗ്രാഫ് കാര്യങ്ങൾ പറയാനുള്ള ഒരു തുടക്കമായിരിക്കണം. എന്നാലോ, ഇഫ് ഇറ്റ് ഈസ് എ റീപ്ലൈ സേ താങ്ക് യു. ഇന്ന് നമ്മളൊരു കത്ത്, ഒരു മറുപടി കത്താണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എന്ത് തുടങ്ങണം? താങ്ക് യു, നിങ്ങൾ ഈ കത്ത് അയച്ചതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു വെച്ചാണ് തുടങ്ങേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഗുഡ്. നെക്സ്റ്റ് പോയിന്റ്, പങ്ക്ച്വേഷൻ റൂൾസ് ആർ ലിബറൽ ഇൻ ആൻ ഇൻഫോർമൽ ലെറ്റർ. അനൗപചാരിക എഴുത്തുകളിൽ പങ്ക്ച്വേഷൻ റൂൾസ് അഥവാ വിരാമചിഹ്നങ്ങളുടെ നിയമങ്ങളുണ്ടല്ലോ, അതത്ര ഒരു കട്ടിയുള്ളതല്ല, അത് ലിബറലാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പങ്ക്ച്വേഷൻ വളരെ കറക്റ്റായിരിക്കണം. എന്നാൽ ഇൻഫോർമൽ ലെറ്ററിൽ വേണ്ടത്ര ഒരു പങ്ക്ച്വേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഇല്ല. ഗുഡ് ഇറ്റ്. ഗുഡ്. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ടു സെൻഡ് ഗുഡ് വിഷസ് ടു പീപ്പിൾ യു നോ. അപ്പോൾ അവസാന പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളറിയുന്ന മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അവരോടൊക്കെ കൺവേ മൈ റിഗാർഡ്സ് എന്ന് പറയില്ല നമ്മൾ, അവർക്കൊക്കെ നമ്മുടെ അഭിവാദ്യങ്ങൾ പറയുക. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ യുവർ കിത്ത് ആൻഡ് കിൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മളുടെ റിഗാർഡ്സ്, നമ്മൾ അന്വേഷണങ്ങൾ നമ്മൾ അറിയിക്കണം എന്നർത്ഥം. അതാണ് അവസാന പാരഗ്രാഫിൽ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ഫിനിഷ് ദ ലെറ്റർ വിത്ത് എ ഫെയർവെൽ മെസ്സേജ് ലൈക്ക് റിച്ച് ലവ്, റിഗാർഡ്സ്, സി യു സൂൺ, ബൈ ഫോർ നൗ, എക്സെട്രാസ്. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് എഴുത്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം വിച്ച് ലവ്, റിഗാർഡ്സ്, സി യു സൂൺ, ബൈ ഫോർ നൗ എന്നൊക്കെയുള്ള ഓരോരോ വേർഡ്സുകൾ വെച്ച് നമുക്ക് കത്തിന് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത്, ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. തിരിഞ്ഞുകണോ? ഓക്കെ, നമുക്ക് അറിയുന്ന സംഗതി തന്നെയാണ്, ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ ഗൈസ്, ഒരു സാമ്പിൾ പേഴ്സണൽ ലെറ്റർ നോക്കൂ. ചെറിയൊരു സാമ്പിൾ വെച്ചു എന്നുള്ളൂ. നോക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ ഫോർമാറ്റ് ഉണ്ടാകും നോക്കുക. ഫസ്റ്റ് നിങ്ങൾ കാണാം 27th September 2017 അല്ലേ? അത് പ്ലേസ്, അത് ഡേറ്റ് കോമ പ്ലേസ് കുത്ത് കണ്ട ആലുവ. പിന്നെ തുടങ്ങി എന്താണ്? ഡിയർ. ഓക്കെ, പിന്നെ നമ്മൾ സാല്യൂട്ടേഷനാണ് സാധനം, ഡിയർ ജേക്കബ്.
പിന്നെന്ത് ചെയ്യാണ്, നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഓപ്പണായി പറയുക. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതങ്ങോട്ട് അവസാനിപ്പിക്കുന്നു. മച്ച് ലവ് എന്നോട് കൂടി. കണ്ടോ നിങ്ങൾ, ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്, ഒരു സിമ്പിൾ ഫോമാറ്റാണ് ഇവിടെ കണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഗുഡ്. അതേ സമയത്ത് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സിൻ്റെ ചില ഫോർമാറ്റ് നോക്കാം. ഔപചാരിക കത്തുകൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഘടന എന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. നെക്സ്റ്റ്, മൂവിങ് ഓൺ നെക്സ്റ്റ് പോയിൻറ്റ്, ഫോർമൽ ലെറ്റേഴ്സ്, ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് നോക്കൂ. ഓൾ ദ ലൈൻസ് ആർ അലൈൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് മാർജിൻ. എല്ലാ വരികളും തുടങ്ങേണ്ടത് ഇടത്ത് മാർജിൻ്റെ അടുത്ത് നിന്നാവണം. അപ്പോൾ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇത് നോക്കുക, എല്ലാ ലൈനുകളും തുടങ്ങേണ്ടത് എങ്ങനെയാണ്, ഇടത് മാർജിനിൻ്റെ തൊട്ടടുത്ത് നിന്ന് എല്ലാ ലൈനും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്, അങ്ങനെ തുടങ്ങാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, നിങ്ങൾ ആരാണ്, ദാറ്റ് മീൻസ് ഫ്രം അഡ്രസ്. ഓക്കെ, ഫ്രം അഡ്രസ് ആണ് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫ്രം, നിങ്ങൾ ആരാണ്. തിരിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഫ്രം അഡ്രസ്. ഇനി നിങ്ങൾ ഫ്രം അഡ്രസ് എഴുതി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം, അന്നത്തെ ഡേറ്റ് കൊടുത്തോളണം. ഗോട്ട് ഇറ്റ്, ഡേറ്റ് കൊടുത്തോളണം. ഒരു ഗ്യാപ്പും കൂടി വിട്ട് നിങ്ങൾ നെക്സ്റ്റ് എഴുതേണ്ടതെന്നാണ്, റൈറ്റ് ദ നെയിം, പൊസിഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ടു ഹൂം യു ആർ റൈറ്റിംഗ്. അതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്. എഴുത്ത് കിട്ടേണ്ട ആളുടെ പേര്, അയാളുടെ സ്ഥാനം, അയാളുടെ അഡ്രസ്സ് എന്നിവ നിങ്ങൾ സെക്കൻഡ്, ദാറ്റ് മീൻസ് ടു അഡ്രസ് എന്നർത്ഥം. തിരിഞ്ഞിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ടു അഡ്രസ്സും കൂടി എഴുതി കഴിഞ്ഞാൽ പിന്നീട് എഴുതേണ്ടത് ലെറ്റ് ദർ ബി എ സബ്ജക്റ്റ് ലൈൻ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു സബ്ജക്റ്റ് ലൈനാണ്, സബ്ജക്റ്റ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ്, മൂവിങ് ഓൺ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് എഴുതേണ്ടത് സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് ദ പേഴ്സൺ ബൈ സർനെയിം. ഒരു സർനെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ അയാളെ സല്യൂട്ട് ചെയ്യണം. സർനെയിം എന്നുള്ളത് ഡിയർ അല്ലെങ്കിൽ സർ ഓർ മാഡം എന്നൊക്കെ പറയുമല്ലോ, ദാറ്റ് ഈസ് സർനെയിം. ആ സർനെയിം ഉപയോഗിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ അയാളെ നന്നായി അറിയുന്ന നമ്മളൊരു ഫ്രണ്ടായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അയാളെ പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, സർനെയിം യൂസ് ചെയ്യുക. സർനെയിം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സർ ഓർ മാഡം എന്നൊക്കെയുള്ള യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിൻറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് ദ ജെൻഡർ ഓഫ് ദ പേഴ്സൺ. നിങ്ങൾക്ക് എഴുതുന്ന ആൾ, നിങ്ങൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അയാളുടെ ജെൻഡർ നിങ്ങൾക്കറിയില്ലെങ്കിൽ, ദാറ്റ് മീൻസ് അയാൾ ഒരു മെയിലാണോ ഒരു ഫീമെയിലാണോ എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ, യു മേ യൂസ് ദ പേഴ്സൺസ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ആ പൊസിഷനിലിരിക്കുന്ന ആൾ പൊസിഷൻ, അയാളുടെ സ്ഥാനം കൊടുത്താൽ മതി. ആൻഡ് സേ ഡിയർ മാനേജർ. കണ്ട, മാനേജർ, അത് മാനേജർ ആരാവാം, മേ ബി മെയിൽ ഓർ ഫീമെയിൽ, രണ്ടും ആവാം. നമുക്ക് ആളറിയില്ല ഇത് പെണ്ണാണോ. സാർ എന്ന് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ പെണ്ണാകുമ്പോൾ മാഡം എന്ന് കൊടുക്കണമല്ലോ. പിന്നെ മെയിലാകുമ്പോൾ എന്ത് കൊടുക്കണം, സാർ എന്ന് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ. പക്ഷേ നമുക്ക് ഇത് ഏതാ ജെൻഡർ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, നമ്മൾ ആ പൊസിഷൻ കൊടുക്കുക. അപ്പോൾ ഡിയർ മാനേജർ. കണ്ട, അപ്പോൾ ഏത് പൊസിഷനിൽ ഒപ്പം ഇരിക്കുന്നുണ്ട് ആ പൊസിഷന് കൊടുത്താണ്. അപ്പോൾ വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതൊരു വിഷയമല്ല. ഗോട്ട് ഇറ്റ്, ഗുഡ്. നെക്സ്റ്റ് പോയിൻറ്റ്, ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ്. ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ്. അപ്പോൾ എഴുത്ത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. സർ, ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കത്തിൻ്റെ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ് പോയിൻറ്റ്, ബി ബ്രീഫ്. വളരെ ചുരുക്കി എഴുതണം. എന്നാൽ ബട്ട് ഗിവ് ഓൾ ദ നെസസറി ഇൻഫോർമേഷൻ. എന്നാൽ ഒരു വിവരവും വിട്ടുപോകാനും പാടില്ല. അപ്പോൾ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുകയും വേണം, എന്നാൽ ബ്രീഫ് ആവുകയും വേണം. വെറുതെ വേടിയാവണ്ട എന്നർത്ഥം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കൂ. കൺക്ലൂഡ് ദ ലെറ്റർ വിച്ച് യുവേഴ്സ് സിൻസിയർലി ഓർ സിംപ്ലി സിൻസിയർലി. തുടങ്ങിയ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കത്ത് അവസാനിപ്പിക്കാം. യുവേഴ്സ് സിൻസിയർലി, സിൻസിയർലി, എക്സാമ്പിൾ മാത്രം കേട്ടോ, ഇനി ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കത്തങ്ങട് അവസാനിപ്പിക്കാം എന്നർത്ഥം. പിന്നെ ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടത്, ഈ യുവേഴ്സ് സിൻസിയർലി ഓർ സിൻസിയർലി എന്ന പോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒരു
മൂന്ന് ലൈനുകൾ 3 ലൈൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്കതിന് താഴെ എന്ത് എഴുതാം? റൈറ്റ് യുവർ ഫുൾ നെയിം, നിങ്ങളുടെ മുഴുവൻ നെയിമും വേണമെങ്കിൽ ഒരു സിഗ്നേച്ചറും കൊടുത്ത് എന്ത് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. വളരെ വ്യത്യാസമുണ്ട് കൂടി. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണാം ഒരു സാമ്പിൾ ഫോർമൽ ലെറ്റർ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഗതി കയ്യിലുണ്ടാ നോക്കുക. ഓക്കെ, നോക്കൂ, ഉണ്ടാ നോക്കൂ. മാർജിൻ തുടങ്ങിയത് എവിടെ നിന്നാണ്, ഒക്കെ കറക്റ്റാണോ, നമ്മൾ പറയുന്ന എല്ലാ പോയിൻറ്റുകളും ഈ ഒരു സാമ്പിൾ ഫോർമൽ ലെറ്ററിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാം. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ നെക്സ്റ്റ് മെയിൻ ഹെഡിങ്, കവർ ലെറ്റേഴ്സ്. വൺസ് അഗെയിൻ കവർ ലെറ്റേഴ്സ്. കവർ ലെറ്റർ എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇത് എവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്? നമ്മൾ CV റെസ്യൂമൊക്കെ സബ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ CV ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു ലെറ്ററാണ്. അപ്പോൾ ഇന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ കത്ത് എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ CV സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കവർ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഈ കവർ ലെറ്റർ നമ്മൾ സാധാരണ കൊടുക്കൽ CV കൂടെയാണ് അർത്ഥം. ഗുഡ് ഇറ്റ്? അതാണ് കവർ ലെറ്റർ. ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എ കവർ ലെറ്റർ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? എ കവർ ലെറ്റർ ഈസ് എ 1-page document that along with your CV is sent with your job application. നിങ്ങളുടെ തൊഴിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് CV നിങ്ങൾ കൊടുക്കുന്ന ഒറ്റ പേജുള്ള ഒരു കത്താണ്, ഡോക്യുമെൻ്റാണെന്ത് കവർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കവർ ലെറ്റർ എഴുതിയതിന് ശേഷമായിരിക്കും അതിന് താഴെയായിരിക്കും നിങ്ങൾ എന്ത് കൊടുക്കുക, CV നിങ്ങൾ കൊടുക്കുക. കരിക്കുലം വിറ്റേ. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ കവർ ലെറ്റർ എന്തെന്ന് പറഞ്ഞു. ഇനി മൂവിങ് ഓൺ നെക്സ്റ്റ് പോയിൻറ്റ്, 5 top things recruiters look for in a cover letter. ഒരു കവർ ലെറ്ററിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ റിക്രൂട്ടേഴ്സ്, നിങ്ങൾക്ക് ജോലി തരുന്ന ആളുകൾ അതിൽ കാണാൻ ആഗ്രഹിക്കുന്ന, ലുക്ക് ഫോർ, അന്വേഷിക്കുന്ന 5 കാര്യങ്ങൾ. ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് 5 പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കവർ ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ കാണുമ്പോൾ തന്നെ അതിൽ 5 കാര്യം ആര് നോട്ട് ചെയ്യും? പിന്നെ ഇതിൻ്റെ ഓണേഴ്സ് നോട്ട് ചെയ്യും, ഈ കമ്പനിയുടെ. അപ്പോൾ അങ്ങനത്തെ 5 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോബ് എന്താകും, ഈസി ആകും എന്നർത്ഥം. വാട്ട് ആർ ദ 5 top things? ആ 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, റീഡബിലിറ്റി. ഓൾ ഓഫ് യു, റീഡബിലിറ്റി. എന്താണ് റീഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേക്ക് ഷുവർ ദാറ്റ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ യുവർ കവർ ലെറ്റർ ഈസ് ഗുഡ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഷ എന്തായിരിക്കണം? നന്നായിരിക്കണം. ഗ്രാമറും ശരിയായ രീതിയിൽ ആണ് നിങ്ങൾ കത്ത് എഴുതിയതെന്ന് അവർ നോക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. സെക്കൻഡ്, അവർ നോക്കുന്ന ഒരു സംതിങ് എന്ന് പറഞ്ഞാൽ എ സെൻസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം അവരളക്കും. അതെങ്ങനെ അവർ മെഷർ ചെയ്യുക? ലുക്ക്, ഷോ ഹൗ ഗുഡ് യു ആർ വിത്ത് ദ ഓർഗനൈസേഷണൽ കൾച്ചർ. ഈ ഓർഗനൈസേഷൻ സംസ്കാരവുമായി, കൾച്ചറുമായി നിങ്ങൾക്ക് ഒത്തുപോകുന്നവരാണോ എന്ന്. ഈ സ്ഥാപനവുമായി ഞാൻ ഒത്തുപോകും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇവിടെ ജോബ് കിട്ടിയാൽ ഞാൻ ശ്രമിക്കും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഏതിൽ നമ്മൾ കൊടുക്കേണ്ടത്? എ സെൻസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി നമ്മൾ എഴുതേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, തേർഡ് പോയിൻറ്റ്, ഹൗ ആൻ ആപ്ലിക്കൻ്റ് ഫൗണ്ട് ഔട്ട് അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ്. ഈ ജോലി സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ആപ്ലിക്കൻ്റായ നിങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ ജോലി സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞത്? നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും കാരണം നിങ്ങൾക്ക് എങ്ങനെ ആ സ്ഥാപനത്തിൽ ജോലി കിട്ടും എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതിന് 2 സംഗതിയുണ്ട്. ഒന്ന്, ഫ്രം അഡ്വർടൈസ്മെൻറ്റ്സ്, ഒരു പക്ഷേ നിങ്ങൾ പരസ്യം കണ്ടായിരിക്കാം. ഫ്രം എംപ്ലോയീസ് വർക്കിംഗ് ദർ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതാവാം. ഇത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കവർ ലെറ്ററിൽ നിങ്ങൾ എഴുതണം. ഇതും അവർ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവർ നോക്കുന്ന 4th ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സംതിങ് ഐ ക്യാച്ചിങ് ആണ്. സംതിങ് ഐ ക്യാച്ചിങ്, ദാറ്റ് മീൻസ് നമ്മുടെ കവർ ലെറ്റർ നല്ല ആകർഷണീയത ഉണ്ടായിരിക്കണം. അതിലെന്ത് ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ഹാവ് ടു ഓഫർ ഇഫ് യു ആർ ഗിവൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ജോലി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന കാര്യങ്ങൾ അവിടെ പറയണം. അതാണ് ഐ ക്യാച്ചിങ്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും,
എന്നൊക്കെ. അപ്പോൾ അവർക്കൊരു അട്രാക്ഷൻ തോന്നും എന്നർത്ഥം. അതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അവർ അന്വേഷിക്കുന്ന ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, മൂവിങ് ഓൺ നെക്സ്റ്റ്, കമാൺ, എവിഡൻസ് ദാറ്റ് ദ ആപ്ലിക്കൻ്റ് ഹാസ് റിസർച്ച്ഡ് അബൌട്ട് ദ കമ്പനി. കമ്പനിയെപ്പറ്റി നിങ്ങൾ ശരിക്ക്, ആപ്ലിക്കൻ്റ് നിങ്ങളാണല്ലോ, കമ്പനിയെപ്പറ്റി നിങ്ങൾ ശരിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അവർക്ക് കിട്ടണം. അതെങ്ങനെ കൊടുക്കേണ്ടത്, ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. എങ്ങനെ പറയാം? ഉദാഹരണത്തിന്, ഇഫ് സാലറി റിക്വയർമെൻറ്റ്സ് ആർ റിക്വസ്റ്റഡ്, നിങ്ങളോട് സാലറി പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്ര ശമ്പളം നിങ്ങൾക്ക് എത്ര ശമ്പളം വേണമെന്ന് അവർ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്കസ് ദം ഇൻ യുവർ കവർ ലെറ്റർ. അതെവിടെ എഴുതണം? നിങ്ങൾ കവർ ലെറ്ററിൽ ആണ് എഴുതേണ്ടത്. ഡോണ്ട് റൈറ്റ് ആൻ എക്സാക്റ്റ് എമൗണ്ട്. അവിടെ എന്ത് എഴുതരുത്, നിങ്ങൾ എനിക്ക് ഇത്ര കിട്ടണം എന്ന് എഴുതരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 30,000 ആണെങ്കിൽ ആ 30,000 എന്ന് എഴുതരുത്. നിങ്ങൾ എന്ത് എഴുതണം? ബട്ട് സേ സംതിങ് ജനറലായിട്ട് പറയണം. എങ്ങനെ? ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ സാലറി ബെഫിറ്റിംഗ് മൈ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു? എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കും എൻ്റെ പ്രവൃത്തി പരിചയത്തിനും അനുസരിച്ചുള്ള ഒരു ശമ്പളം കിട്ടുമെന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്ര ശമ്പളം എന്ന് നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷനും എൻ്റെ ഒരു എക്സ്പീരിയൻസും അനുസരിച്ച് ഉള്ള ഒരു ശമ്പളം എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം, ഐ ബിലീവ് എന്ന് പറയാൻ. അങ്ങനെ ജനറൽ ടോക്കായിട്ട്, അല്ല എക്സാക്റ്റ് എമൗണ്ട് എന്ത് ചെയ്യരുത്, എഴുതരുത് എന്നർത്ഥം. ഗുഡ്. ഇതാണ് 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? ഗുഡ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒരു നമ്മൾ കവർ ലെറ്ററിൽ അവർ ശ്രദ്ധിക്കുന്ന, കമ്പനി ഓണേഴ്സ് ശ്രദ്ധിക്കുന്ന, എംപ്ലോയർ ശ്രദ്ധിക്കുന്ന 5 ടോപ്പ് തിങ്സിനെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എഴുതി കാണിക്കണം. മൂവിങ് ഓൺ ദ നെക്സ്റ്റ് മെയിൻ ഹെഡിങ്, ദ ബേസിക് കവർ ലെറ്റർ ഫോർമാറ്റ്. നമുക്ക് ബേസിക്കായ കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം. എങ്ങനെ നമുക്ക് കവർ ലെറ്റർ എഴുതാം? ശ്രദ്ധിക്കൂ. എവറി കവർ ലെറ്റർ ഷുഡ് ബി ഇൻക്ലൂഡഡ്. എല്ലാ കവർ ലെറ്ററുകളിലും താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. എന്താണ് ഒന്നാമത്തത്? യുവർ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേര്. ഓക്കെ. പിന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് ഇങ്ങനെ എഴുതിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ താഴെ ഒരു ലൈന് സ്കിപ്പ് ചെയ്തിട്ട് ഡേറ്റ് എഴുതുക. ഓക്കെ, എന്താ ഡേറ്റ് എഴുതുക. വീണ്ടും ഒരു ലൈന് സ്കിപ്പ് ചെയ്തിട്ട് എംപ്ലോയേഴ്സ് കോൺടാക്റ്റ് ഇൻഫോർമേഷൻ, അഥവാ സ്ഥാപനത്തിൻ്റെ കോൺടാക്റ്റ് വിവരങ്ങൾ. അപ്പോൾ ദാറ്റ് മീൻസ് ഫസ്റ്റ് പറഞ്ഞത് ഫ്രം, ഇപ്പോൾ പറയുന്നു ടു, അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി ഈ കവർ ലെറ്റർ നമ്മൾ 3 പാരഗ്രാഫായി ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ 3 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ പാര 1 നിങ്ങൾ എഴുതേണ്ടത് വൈ യു ആർ റൈറ്റിംഗ്. എന്തിനാണ് നിങ്ങൾ ഈ കത്ത് എഴുതുന്നത്, ഇത് എന്തിനാണ് ഈ ഒരു കവർ ലെറ്റർ എഴുതുന്നത് എന്ന ഒരു സംഗതിയാണ് ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ പരസ്യം കണ്ടപ്പോഴാണ് ഇത്, ആ ഒരു ഉദ്ദേശമാണ് ഫസ്റ്റ് പാരയിൽ പറയേണ്ടത്. സെക്കൻഡ് പാരയിൽ നിങ്ങൾ എന്ത് എഴുതണം? വാട്ട് യു ഹാവ് ടു ഓഫർ ദം. ഇനി എനിക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി തരികയാണെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്യും എന്നുള്ള ഒരു സംതിങ് ആണ് അവിടെ. വാട്ട് യു ഹാവ് ടു ഓഫർ ദം. നിങ്ങൾക്ക് എന്താണ് കൊടുക്കാനുള്ളത്, അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നൊരു ഓഫർ നിങ്ങളവിടെ വെച്ച് കൊടുക്കണം. ഇല്ലേ, എൻ്റെ ബെസ്റ്റ് ഓഫ് ലെവൽ ഞാൻ അതിന് പരമാവധി ഉഷാറാക്കും, എൻഹാൻസ് ചെയ്യുന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ 2ാമത്തെ പാരയിൽ അതാണ് ചെയ്യേണ്ടത്. തേർഡ് പാരയിൽ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, പിന്നെ എന്തു സംഭവിക്കണം. അതിനുശേഷം ഇതിനെ ഞാനൊന്ന് മാറ്റിമറിക്കും. ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻകം, ആനുവൽ ഇൻകം ഇത്രമാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഇരട്ടിയിലേക്ക് ഞാൻ അതിൻ്റെ ഇൻകത്തെ എത്തിക്കും എന്നൊക്കെയുള്ള ഒരു വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്ന വിഷയത്തിൽ നിങ്ങൾ അതും കൂടി അവിടെ ആ കത്തിൽ 3ാമത്തെ പാരയിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ. അടുത്തത് ക്ലോസിംഗ് ആണ്, അവസാനിപ്പിക്കുക. ഓക്കെ, ഇത് കത്ത് അവസാനിപ്പിക്കുക. ഇങ്ങനെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു കവർ ലെറ്റർ എഴുതേണ്ടത്. ഈ കവർ ലെറ്ററിൻ്റെ താഴെയായിരിക്കണം നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ CV സബ്മിറ്റ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, മൂവിങ് ഓൺ നെക്സ്റ്റ് മെയിൻ ഹെഡിങ്. All of you read together. On writing email. Once again, on writing email. ഇമെയിൽ എഴുതുന്നത് സംബന്ധിച്ചുള്ള ഒരു പോയിൻ്റാണ് നെക്സ്റ്റ് വായിക്കുന്നത്. ഓക്കെ. ഇമെയിൽ ഈസ് ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് മെയിൽ എന്നർത്ഥം. ഇമെയിൽ എന്താണ്? ഇലക്ട്രോണിക്. ഫോർ ഇലക്ട്രോണിക് മെയിൽ എന്നതിൻ്റെ ഷോർട്ടാണ് ഇമെയിൽ. ഗുഡ്. ഇനി ഇമെയിലിൻ്റെ പെക്യുലാരിറ്റീസ്, പ്രത്യേകതകൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് ദ റെസിപ്പിയൻറ്റ് ക്യാൻ ഈസിലി റിസീവ് യുവർ ഇമെയിൽ
ആസ് സൂൺ ആസ് ദേ ഗോ ഓൺലൈൻ. ഇത് വളരെ പെട്ടെന്നുള്ളതാണ്. തപാൽ പോലെ ഈ കത്ത് എന്ത് ചെയ്യേണ്ട അങ്ങനെ സമയമെടുക്കില്ല, വളരെ പെട്ടെന്നാണ്. റെസിപ്പിയൻ്റ് ഇത് സ്വീകരിക്കുന്ന ആൾക്ക് ഈസിലി റിസീവ് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയും അയാൾ ഓൺലൈനിലുള്ളത്തോളം കാലം. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊരു പെക്യുലാരിറ്റി, മോർ ഓവർ ഇറ്റ് ഈസ് മോർ സെക്യൂർ ആൻഡ് ലോ കോസ്റ്റ്. ഇതൊന്നും കൂടി സെക്യൂർ ആണ്, കാരണം നമ്മൾ എഴുതുന്നത് അയാൾക്ക് കൃത്യമായി കിട്ടുമെന്നറിയാം. കത്ത് അങ്ങനെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ, പക്ഷേ സംഭവം സംഭവിക്കാം. ഇത് കറക്റ്റ് കിട്ടും. ആൻഡ് ലോ കോസ്റ്റ്, വളരെ ചിലവ് കുറവാണ് മക്കളെ. നെക്സ്റ്റ് ഒരു പെക്യുലാരിറ്റി, യു ക്യാൻ അറ്റാച്ച് ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ ഫയൽസ് ടു ആൻ ഇമെയിൽ. മറ്റു ഫയലുകൾ, ഡോക്യുമെൻറ്റുകൾ, ഫോട്ടോസൊക്കെ ഇമെയിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് മോർ ഇൻഫോർമേഷൻ ക്യാൻ ബി ഷെയർഡ്. അതുകൊണ്ട് തന്നെ ഇമെയിലിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങളെ ഷെയർ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു കത്തിനെ സംബന്ധിച്ചതിൻ്റെ പ്രത്യേകത. ഗോട്ട് ഇറ്റ്? ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ നെക്സ്റ്റ് മെയിൻ ഹെഡിങ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽസ്. എഴുത്തുകളും ഇമെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് വ്യത്യാസം ഇവിടെ അങ്ങനെ പറയാം. ഓക്കെ, ഓൾ ഓഫ് യു റീഡ് ഓൺ. ലെറ്റേഴ്സ് സ്റ്റാർട്ട് വിത്ത് ഡിയർ, നെയിം എടാ പേര് വെച്ചിട്ടാണ് തുടങ്ങുക. ഡിയർ ഇങ്ങനെ ആണ് ലെറ്റർ തുടങ്ങുക. ഓൺ ദ അതർ ഹാൻഡ് ഇമെയിൽസ് സ്റ്റാർട്ട്സ് വിത്ത് ഹെലോ ഓർ ഹായ്. ഇങ്ങനെയാണ് എന്തിൽ ഉണ്ടാവില്ലേ, ഇമെയിലിൽ ഉണ്ടാവുള്ളൂ യൂഷ്വലി സാധാരണഗതിയിൽ. അതേ സമയത്ത് ലെറ്ററിൽ ഡിയർ കുഞ്ഞുട്ടി, ഡിയർ കുഞ്ഞി പാത്തുമ്മക്കുട്ടി എന്നൊക്കെയുള്ള ഒരു ഡിയർ വെച്ചിട്ടായിരിക്കും കത്ത് തുടങ്ങുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ലെറ്റേഴ്സ് ആർ പെർമനൻറ്റ് റിട്ടൺ റെക്കോർഡ്സ്. ഈ കത്തുകൾ എന്ന് പറയുന്നത് അത് പെർമനൻ്റ് ആയ എന്നൊന്നും നിലനിൽക്കുന്ന റിട്ടൺ റെക്കോർഡ്സുകളാണ്. അറ്റ് ദ സെയിം ടൈം ഇമെയിൽസ് ക്യാൻ ബി ഈസിലി ഡിലീറ്റഡ്. ഇമെയിൽ നമുക്ക് വേഗം ചെയ്യാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. തേർഡ് വൺ, ലെറ്റേഴ്സ് ആർ ലോങ്ങർ, ഇമെയിൽസ് ആർ ബ്രീഫ്. എഴുത്തുകൾക്ക് എന്തുണ്ട്, നല്ല ദൈർഘ്യമുള്ളതായിരിക്കും, എന്നാൽ ഇമെയിലുകളോ ചെറുതായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ്, ലെറ്റേഴ്സ് ഫോളോ എ ക്ലിയർ പാരഗ്രാഫ് സ്ട്രക്ചർ. അറ്റ് ദ സെയിം ടൈം ഇമെയിൽ ഹാവ് സ്മോളർ പാരഗ്രാഫ്സ്. എഴുത്തുകൾക്ക് പാരഗ്രാഫ് ഘടന വളരെ കൃത്യമായിരിക്കും, വലുതായിരിക്കും, എന്നാലോ ഇമെയിലുകൾക്കോ ചെറിയ ചെറിയ പാരഗ്രാഫുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ലെറ്റേഴ്സ് ആർ ബെറ്റർ ഫോർ എക്സ്റ്റേണൽ കറസ്പോണ്ടൻസ്, ഇമെയിൽസ് ഫോർ ഇൻറ്റേർണൽ മെമ്മോസ് ആൻഡ് മെസ്സേജസ്. ഈ കത്തുകൾ അത് പുറത്തേക്ക് വിടുന്നതിന് എഴുത്തുകൾ നല്ലത്. എഴുത്തുകൾ എന്തിനാണ്? പുറത്തേക്ക് പോകുന്നതിന് എഴുത്താണ് നല്ലത്. എന്നാലോ ഉള്ളിലുള്ള ആന്തരികമായ മെമ്മകൾ, മെസ്സേജ് മുതലായവ അയക്കുന്നതിന് ഇമെയിലായിരിക്കും ഉത്തമം എന്നർത്ഥം. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽസ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ നെക്സ്റ്റ് പോയിൻ്റ്, ഫോമാറ്റ് ഓഫ് ആൻ ഇമെയിൽ. ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റാണ് പറയുന്നത്. ഇതൊന്നും ആവശ്യമില്ല, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഇമെയിൽ ഹാസ്. ഒരു ഇമെയിൽ ഉണ്ടാവണം എന്ത്, ടു അല്ലേ, ടു ഉണ്ട് ആർക്കാണെന്നുള്ളത്, ഫ്രമും കൊമ്മൊന്നും വേണ്ട, ടു. പിന്നെ സി സി നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് സി സി എന്ന് കുറേ കേട്ടത്, സി സി അല്ലേ, ബി സി സി എന്ന് കേൾക്കുക എന്നുള്ള. എന്തായി സി സി ബി സി സി നമ്മൾ അറിയില്ല. ഓക്കെ, സി സി എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നർത്ഥം, കാർബൺ കോപ്പി. ബി സി സി എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇനി മറക്കരുത് എന്താണെന്നുള്ളത് കേട്ടോ. തേർഡ് സബ്ജക്റ്റ് ലൈനാണ്. സബ്ജക്റ്റ് ലൈൻ, ഇഫ് ഇറ്റ് ഈസ് എ റീപ്ലൈ. നമ്മൾ അയക്കുന്ന ഇമെയിൽ അത് റീപ്ലൈ ആണെങ്കിൽ ദർ ഈസ് എ ഡിഫോൾട്ട് സബ്ജക്റ്റ് ലൈൻ. അവിടെ നമ്മൾ ഒരു സബ്ജക്റ്റ്, ഒരു ഡിഫോൾട്ടായ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു ഡിഫോൾട്ട് സബ്ജക്റ്റ് ലൈൻ ഉണ്ട്. അത് റീ എന്ന് കൊടുക്കുക. റീ എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി കൊടുക്കുക, ആർ ഇ കേട്ടോ. റിഗാർഡിങ് എന്നാണ് ഉദ്ദേശം, റിഗാർഡിങ്. ഓക്കെ, അപ്പോൾ അവിടെ സബ്ജക്റ്റ് ലൈനിൽ റീ എന്ന് എങ്ങനെ കൊടുക്കും, എന്താണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ റീപ്ലൈ ആണെങ്കിൽ അതാണ് സബ്ജക്റ്റ് ലൈൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ്, നമുക്കൊരു സാല്യൂട്ടേഷൻ, ഒരു അഭിസംബോധനം, ഏയ് ഐ കുയ് ഒയ് എന്നൊക്കെയുള്ള ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, റീസൺ ഫോർ റൈറ്റിംഗ്. എന്തിനാണ് ഈ ഇമെയിൽ എഴുതുന്നത്, അതിൻ്റെ കാരണം താഴെ പറയണം. താഴെ മെയിൻ പോയിൻ്റ് എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയണം. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്പിംഗ് ഓഫ് പോയിൻറ്റ്. ഈ പോയിൻറ്റിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയണം. ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നത് അങ്ങനെ അങ്ങനെ ആ ഒരു പോയിൻ്റ്, ഏതൊരു പോയിൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് പറയണം. അത് ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെയോ
അഡീഷണൽ പോയിൻറ്റ്സ് ആണ്. അഡീഷണൽ പോയിൻറ്റ്സും അതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ ചേർക്കുക, അതും ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ക്ലോസിംഗ് ആണ്. ക്ലോസിങ്ങും എന്തുതന്നെയാണ്, ഓപ്ഷണലാണ്. അപ്പോൾ എന്താ ഇതിന് കാര്യമായിട്ട് വേണ്ടുള്ളൂ, ടു CC സബ്ജക്റ്റ് ലൈൻ, പിന്നെ യുവർ റീസൺ ഫോർ റൈറ്റിംഗ്, മെയിൻ പോയിൻറ്റ്, ഇതേ ഇതിന് വേണ്ടിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ആഡ് ചെയ്യാം ഓപ്ഷണലായിട്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് നെക്സ്റ്റ് മെയിൻ ഹെഡിലേക്ക് കിടക്കാം. ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇമെയിൽസ്. ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇമെയിൽസ്. ഇമെയിലുകൾ എഴുതാൻ ചില നിർദ്ദേശങ്ങൾ വെച്ചാൽ കണ്ടോ, എങ്ങനെ ഇമെയിൽ എഴുതാം എന്നുള്ള നിർദ്ദേശം. ഫസ്റ്റ് എന്തായിരിക്കണം, ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ബി ബ്രീഫ്. ബി ബ്രീഫ്, വളരെ ചുരുക്കിയേ പറയാൻ പാടുള്ളൂ ഇമെയിൽ. ഗെറ്റ് ടു ദ പോയിൻറ്റ്, സ്ട്രൈറ്റ് ആൻഡ് റൈറ്റ് ഓൺലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. കാര്യങ്ങൾ നേരിട്ട് അങ്ങനെ തുറന്ന് പറയുക, പ്രധാന കാര്യങ്ങൾ മാത്രം പറയുക. ഇതാണ് ഇത് ബ്രീഫിൻ്റെ അർത്ഥം. ഓക്കെ, ബി ക്ലിയർ. സെക്കൻഡ് പോയിൻറ്റ്, ബി ക്ലിയർ, തെളിച്ച് പറയാം. യൂസ് എ ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റ് ലൈൻ. വിവരണാത്മകമായ സബ്ജക്റ്റ്, ഡിസ്ക്രിപ്റ്റീവായ സബ്ജക്റ്റ് ലൈനാണ്, വിവരിച്ച് പറയുന്ന ഒരു സബ്ജക്റ്റ് ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ബി ക്ലിയർ. ഓക്കെ, പിന്നെ അയാൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. തേർഡ് ഒരു പോയിൻറ്റ്, അവോയ്ഡ് ടു ലോങ് പാരഗ്രാഫ്സ്. ദൈർഘ്യമേറിയ പാരഗ്രാഫുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇറ്റ് ഹെൽപ്സ് ദ റീഡർ ടു ഗെറ്റ് ദ ഇൻഫോർമേഷൻ ക്വിക്ക്ലി. ഇങ്ങനെയാകുമ്പോൾ റീഡർക്ക്, വായനക്കാരന് പെട്ടെന്ന് എന്ത് കിട്ടും, വിവരങ്ങൾ കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു പ്ലാന് വേണം. എന്താണ് പ്ലാന്? പ്ലാൻ ഹെൽപ്സ് യു ടു ഫോക്കസ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇമെയിൽ. നിങ്ങൾ ഈ ഇമെയിലിൻ്റെ എന്താണ് അതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ പ്ലാന് സഹായിക്കും. പ്ലാന് നന്നാവും. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ്, ബി അക്യുറേറ്റ്. അക്യുറേറ്റ്, കൃത്യമായിരിക്കണം, തെറ്റുകളില്ലാതിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ്. ഇതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കണം. നെക്സ്റ്റ് പോയിൻ്റ്, യൂസ് എ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ഇമെയിൽ എഴുതുമ്പോൾ അതിലെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, പ്ലെയിൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് ഓർ മോട്ടീവ്സ് ഇൻ ദ ബോഡി റിസ്ക് മേക്കിംഗ് യുവർ ഇമെയിൽ ലുക്ക് ചൈൽഡിഷ് ഓർ ഇംമേച്വർ. ദാറ്റ് മീൻസ് അതിൽ വരകളും കുറികളൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ, മറ്റ് പടങ്ങളൊക്കെ ഉള്ള ഇമെയിലുകൾക്ക് എന്താവില്ല, അതൊരു ഒരു അപ്രോപ്രിയേറ്റ്, ഒരു യോജിപ്പ് ഇല്ല, അതൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഇമെയിലിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് റീഡ് ചെയ്യൂ. ബി പൊളൈറ്റ്. എഴുതുമ്പോൾ നല്ല മര്യാദയോട് കൂടി എഴുതണം. ബി പൊളൈറ്റ്. അതിലെന്താ ശ്രദ്ധിക്കേണ്ടത്? അവോയ്ഡ് റൈറ്റിംഗ് സർക്കാസ്റ്റിക് ഓർ ആംഗ്രി കമൻറ്റ്സ്. സർക്കാസ്റ്റിക്കായ, പരിഹാസമുള്ള, ദേഷ്യം വരുന്ന ഭാഷയൊക്കെ എന്ത് ചെയ്യാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. പൊളൈറ്റ്. ഗുഡ് ഇറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ആൻ ഇമെയിൽ. അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? നോ നീഡ് ടു റൈറ്റ് ഡിയർ. ഡിയർ എന്നല്ല ഇമെയിലിൽ കൊടുക്കേണ്ടത്. പിന്നെ പകരം എന്താ കൊടുക്കേണ്ടത്? ഹായ്, ഹലോ എന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിയർ കൊടുക്കരുത്. മൂവിങ് ഓൺ, ലാസ്റ്റ് പോയിൻറ്റ്, എൻഡിങ് ആൻ ഇമെയിൽ. നമുക്ക് ഇമെയിൽ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അതെങ്ങനെ? യൂസ് എൻഡിങ് ലൈക്ക് ബെസ്റ്റ് വിഷസ്, താങ്ക്സ്, കൈൻഡ് റിഗാർഡ്സ്, ചിയേഴ്സ്, ഓൾ ദ ബെസ്റ്റ്, എക്സെട്ര. ഇജാതി സാധനമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് വെച്ചാൽ ഏട്ടാ, നമുക്ക് ഇമെയിൽ ക്ലോസ് ചെയ്യാം, അവസാനിപ്പിക്കാം. ഗുഡ് ഇറ്റ്. ഗുഡ്. മൂവിങ് ഓൺ, നെക്സ്റ്റ് മെയിൻ ഹെഡിങ്, പങ്ക്ച്വേഷൻസ് ഇൻ ഇമെയിൽസ്. ഇമെയിലുകളിലെ വിരാമചിഹ്നങ്ങൾ, പങ്ക്ച്വേഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, യൂസ് ക്യാപിറ്റൽസ് ഓൺലി വേർ നെസസറി. അത്യാവശ്യമുള്ളിടത്ത് മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ഓൺലി സ്റ്റാൻഡേർഡ് അബ്രിവിയേഷൻസ്. നിങ്ങൾക്ക് അബ്രിവിയേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചുരുക്കെഴുത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ഓൺലി സ്റ്റാൻഡേർഡ് അബ്രിവിയേഷൻസ്. ജനങ്ങൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരുതരം സ്റ്റാൻഡേർഡ് അബ്രിവിയേഷൻ ചുരുക്കെഴുത്ത് ഉണ്ടാകുമല്ലോ, അതിലും നമ്മൾ എന്ത് ചെയ്ത് ചുരുക്കാൻ നിൽക്കരുത് എന്നർത്ഥം. അതാണ് സ്റ്റാൻഡേർഡ് അബ്രിവിയേഷനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗോട്ട് ഇറ്റ്. ഓക്കെ ഗൈസ്, ലാംഗ്വേജ് ഓഫ് ഇമെയിൽസ്. ഇമെയിലിൻ്റെ ഭാഷയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ എഴുതാനുള്ളത് റൈറ്റിംഗ് കൺസൈസ്ലി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് കൃത്യതയോടെ എഴുതണം. ഇമെയിൽ എഴുതേണ്ടത് ഇമെയിൽ എഴുതാവൂ. ലെറ്ററിൽ എഴുതേണ്ട വാക്കുകളൊന്നും ഇമെയിൽ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ലെറ്ററിൽ എഴുതേണ്ട കാര്യങ്ങളും ഒരേ കാര്യം തന്നെ ലെറ്ററിൽ എങ്ങനെ, ഇമെയിലിൽ എങ്ങനെ. ഒരു ഉദാഹരണം പറയാം നമുക്ക്. ഐ റെഗ്രറ്റ് ടു ഇൻഫോം യു. ആ ലെറ്ററിൽ നമുക്ക് എങ്ങനെ എഴുതാം? എനിക്ക് നിന്നോടത് ഇൻഫോം ചെയ്യുന്നതിന് എന്തുണ്ട്, ഖേദമുണ്ട് എന്നർത്ഥം. സോറി ടു ടെൽ യു എന്ന് രണ്ടും അർത്ഥം തന്നെ കേട്ടാ. അപ്പോൾ ലെറ്ററിൽ ഏത് യൂസ് ചെയ്യണം, ലാംഗ്വേജ്, ഇമെയിൽ ഏത്, അങ്ങനെ കുറേ വാക്കുകൾ താഴെ ഇങ്ങനെ കൊടുക്കണം. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് എന്ത്
എ ലാംഗ്വേജ് ഓഫ് ഇമെയിൽസ്. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഓക്കെ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 1-2 ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ 8th ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യണം. ശേഷം നമുക്ക് 3rd സെമ്മിലേക്ക് കടക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.